പൊളി സ്ഥലമോടാ മതി. സത്യം പറഞ്ഞാൽ ഇതൊരു ഹിഡൻ സ്പോട്ട് ആണെന്ന് എനിക്ക് അറിയത്തില്ല. ഇവിടെ ഹിന്ദുസ്ഥാൻ യൂണിവേഴ്സിറ്റിയിലും പിന്നെ അടുത്തുള്ള കോളേജിലൊക്കെ പഠിക്കുന്ന പിള്ളേർക്ക് ഇതൊക്കെ സ്ഥലം നല്ലോണം അറിയായിരിക്കും. ഹായ് ഗൈസ്, എൻ്റെ പേര് ഹരി. ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത്. ഞാൻ ഇപ്പോൾ കറണ്ടായിട്ട് ഒരു 2 വർഷമായിട്ട് ചെന്നൈയിലുണ്ട്. അപ്പോൾ ചെന്നൈ വന്നിട്ട് കുറേ കാര്യങ്ങൾ ഇവിടെ നിന്ന് പഠിച്ചു. ഇവിടുത്തെ ക്ലൈമറ്റും അതുപോലെ തന്നെ ഇവിടുത്തെ ഫുഡിൻ്റെ രീതികളും അങ്ങനെ കുറേ രീതികൾ, പിന്നെ കാശിൻ്റെ എക്സ്പെൻസീവും. അപ്പോൾ ഞാൻ ആലോചിച്ച്, എനിക്ക് അല്ലെങ്കിൽ മുന്നേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ അഭിനയത്തിനോടും അങ്ങനെയൊക്കെ കുറേ ആഗ്രഹങ്ങളുള്ള ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന സമയത്തും അങ്ങനെ എന്തുകൊണ്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടാ, കുറേ വീഡിയോസ് ഇങ്ങനെ ഇട്ട് കുറേ കാര്യങ്ങൾ, ചെന്നൈയിലെ കുറേ കാര്യങ്ങൾ നമ്മുടെ മലയാളമായിട്ട് ഷെയർ ചെയ്തുകൂടാന്ന് തോന്നി അങ്ങനെ പുതിയതായിട്ടൊരു യൂട്യൂബ് ചാനൽ ആരംഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ പേര് മലയാളീസ് ഫ്രം ചെന്നൈ എന്നാണ്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്നില്ല, കാരണം എല്ലാവർക്കും നമ്മുടെ സ്വഭാവവും നമ്മുടെ ആറ്റിറ്റ്യൂഡും നമ്മുടെ മുഖവും എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ കൂടെ കൂടിക്കോ. നമ്മളെന്നും മാക്സിമം ഡെയിലി വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നതാണ്. പിന്നെ ഇഷ്ടംപോലെ ആഗ്രഹങ്ങളുണ്ട്. ആഗ്രഹങ്ങളെല്ലാം നടക്കട്ടെ എന്നാണ് നടക്കണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ സപ്പോർട്ടും കട്ടയ്ക്ക് നിങ്ങളെ കൂടെ കാണണം. സബ്സ്ക്രൈബ് ചെയ്യുന്നവർ എന്നും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. ഞാനും നിങ്ങളെ എന്നും കൂടെ തന്നെ ഉണ്ടാവും. മാക്സിമം നല്ല ക്വാളിറ്റി, നല്ല അത്യാവശ്യം കണ്ടൻറ്റുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. പിന്നെ എന്തെങ്കിലും അഥവാ ഞാൻ ഇപ്പോൾ ചെയ്യുന്ന വീഡിയോസിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്കോ അല്ലെങ്കിൽ അതങ്ങനെ ചെയ്താൽ കൊള്ളായിരുന്നു, അങ്ങനെ കുറേ നിങ്ങൾക്ക് തോന്നുമല്ലോ ഓരോ നെഗറ്റീവ്, അതൊക്കെ നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. പിന്നെ ഹേറ്റേഴ്സ് കാണും, നിങ്ങൾക്ക് ചീത്ത വിളിക്കണമെങ്കിൽ ചീത്ത വിളിക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. കാരണം ആർക്കും ആരെയും എന്തും പറയാമല്ലോ. പിന്നെ എന്താ പറയുക, എല്ലാവർക്കും എന്നെ ഇഷ്ടപ്പെടണമെന്നില്ല. ഇഷ്ടപ്പെടുന്നവർ കൂടെ കൂടിക്കോ. ഓക്കെ. പിന്നെ ഒരു കാര്യം കൂടി, എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷമായിട്ടിരിക്കുന്നത് ഞാൻ ട്രാവൽ ചെയ്യുമ്പോഴാണ്. ഇപ്പോഴും ഞാൻ കുറേ ട്രെയിൻ യാത്രകൾ ചെയ്തിട്ടുണ്ട്, ബൈക്കിൽ കുറേ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറേ ആഗ്രഹങ്ങളുണ്ട്. നമ്മുടെ കേരളം ഫുള്ള് ചുറ്റി കറങ്ങണം, പിന്നെ തമിഴ്നാട്, അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യ ഫുള്ളൊന്ന് കറങ്ങണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. കാരണം പുതിയ സ്ഥലങ്ങളും പുതിയ ആൾക്കാരുമായിട്ടും അങ്ങനെ കുറേ ബന്ധങ്ങൾ സ്ഥാപിക്കാനും അതുപോലെ തന്നെ ഫുള്ളായിട്ടൊന്ന് ചുറ്റിക്കറങ്ങാനും പിന്നെ ലഡാക്ക് പോകാനും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ലഡാക്ക് പോകാനും അങ്ങനെ ഭയങ്കര കുറേ ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ ആ ആഗ്രഹങ്ങളെല്ലാം നിങ്ങൾ സപ്പോർട്ട് ചെയ്താലേ നടക്കത്തുള്ളൂ. കാരണം ഇപ്പം ഞാൻ ഒരു സീറോയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. എൻ്റെ കറണ്ട് സിറ്റുവേഷൻ നല്ല മോശമാണ്. പക്ഷേ എന്നാലും ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ വിശ്വസിക്കുന്നു. കാരണം കുറേ പേര് കാണൂല തുടക്കത്തിൽ, ഉള്ളവരെല്ലാം വിശ്വസിച്ച് ഞാൻ എന്തായാലും നല്ല ക്വാളിറ്റി കണ്ടൻറ്റ് ഇടുന്നതാണ്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് കാരണം എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എനിക്ക് കുറേ ആഗ്രഹങ്ങളുണ്ട്. ഈ ട്രിപ്പ് പോകാനും അതുപോലെ തന്നെ കുറേ പേരെ ഹെൽപ്പ് ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ കട്ടയ്ക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുമ്പോൾ മാത്രമാണ് എനിക്കത് ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ കുറേ ആഗ്രഹങ്ങളുണ്ട്. പൊളി സ്ഥലമോടാ മതി. സത്യം പറഞ്ഞാൽ ഇതൊരു ഹിഡൻ സ്പോട്ട് ആണെന്ന് എനിക്ക് അറിയത്തില്ല. ഇവിടെ ഹിന്ദുസ്ഥാൻ യൂണിവേഴ്സിറ്റിയിലും പിന്നെ അടുത്തുള്ള കോളേജിലൊക്കെ പഠിക്കുന്ന പിള്ളേർക്ക് ഇതൊക്കെ സ്ഥലം നല്ലോണം അറിയായിരിക്കും. കാരണം നല്ല പൊളി സ്ഥലമാണ്, വൈബാണ്. ഇവിടുത്തെ ഫ്രണ്ട്സായിട്ടൊക്കെ വരാൻ പറ്റിയ സ്ഥലമാണ്. ഞാൻ വിചാരിച്ചു നമ്മുടെ നാട്ടിൽ കേരളത്തിൽ മാത്രമേ ഇത്ര ഇങ്ങനെയുള്ള പച്ചപ്പ് ഇതാണൊക്കെ കായലാണെന്ന് അറിയത്തില്ല.
ഇതുള്ള സ്ഥലങ്ങളൊക്കെ കാണുമെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇവിടെ ഒന്ന് ആ സൺസെറ്റ് കാണാനും അതുപോലെ തന്നെ ഇവിടുത്തെ ആ പച്ചപ്പും പിന്നെ അവിടെ ആ സൈഡിലൊക്കെ ആയിട്ട് താമര അമ്പലം കണ്ടൊക്കെ നിൽപ്പുണ്ട്. ആ സൈഡ് കാണിച്ചടാ മതി. അവിടെയൊക്കെ അമ്പലമോ താമര എന്തൊക്കെയോ നിൽപ്പുണ്ട് അവിടെയൊക്കെ. അതൊക്കെ തന്നെ ഫുള്ള് നമ്മുടെ കേരളത്തിൽ വന്നൊരു ഫീലാണ് സത്യം പറഞ്ഞത്. ഇവിടെ വന്നിരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ കേരളത്തിൽ എവിടെയോ ഇരിക്കുന്നൊരു ഫീലാണ്. അതേപോലെ നല്ല ആ സൺസെറ്റ് കാണാനും പിന്നെ ഈ പച്ചപ്പും പിന്നെ അവിടെയുള്ള ഫ്ലാറ്റുകളും സത്യം പറഞ്ഞാൽ കറക്റ്റ് ഒരു കേരള തനിമയുണ്ട്. അപ്പം നമ്മുടെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പം ആദ്യം ഇടുന്ന കുറച്ച് വീഡിയോസിൽ കുറച്ച് നിങ്ങൾക്ക് ക്രിഞ്ചായിട്ട് തോന്നിയേക്കാം, പിന്നെ നിങ്ങൾക്ക് കുറച്ച് എന്താ പറയുന്നത് നെഗറ്റീവായിട്ട് കുറേ തോന്നിയേക്കാം. കാരണം എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. ഞാൻ അതിന് മുന്നേ അങ്ങനെ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. അല്ലാതെ പണ്ടൊക്കെ ടിക്ടോക്കൊക്കെ ഉള്ള സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും കാണിക്കുന്ന ഓരോരോ അഭിപ്രായങ്ങൾ. അത് കണക്ക് ഞാനും എന്തൊക്കെയോ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് വീഡിയോ ഒക്കെ ഇടുന്നത്. അപ്പം എല്ലാവരും സപ്പോർട്ട് വേണം. ഞാൻ മാക്സിമം ഓരോ വീഡിയോസും ഇമ്പ്രൂവ് ചെയ്ത് മാക്സിമം ഞാൻ ഇമ്പ്രൂവ് ചെയ്തിടും. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ടാറ്റാ ബൈ ബൈ.